എക്സ് നേവിയാണ് ഞാൻ, സബ്മറൈനിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2024 ഞാൻ റിട്ടയർ ആയത്. റിട്ടയർ ആയിട്ട് വന്നതിന് ശേഷം ഞാൻ ആ സമയം മുതലേ ഞാൻ പഠിക്കുകയാണ്, പട്ടാളത്തിരിക്കുന്ന സമയം മുതലേ പഠിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പരീക്ഷ എഴുതി തുടങ്ങി. ആദ്യത്തെ എൻ്റെ എക്സാം ആയിരുന്നു XBI. അതിലെനിക്ക് പ്രിലിംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ മെയിൻസ് കിട്ടിയില്ല. അന്ന് ഞാൻ കർണാടക കാഡറാണ് വെച്ചത്, എന്നിട്ടും മെയിൻസ് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ IBPS കൊടുത്തു, അതിൻ്റെ പ്രിലിംസ് കിട്ടി. അതിൻ്റെ മെയിൻസ് എഴുതിയതിന് ശേഷമാണ് ഞാൻ റിട്ടയർ ആയി ഇറങ്ങിയത്. അപ്പോൾ ഞാൻ റിട്ടയർ ഇറങ്ങിയതിന് ശേഷം എന്തായാലും വിചാരിച്ചു എന്തായാലും ഞാൻ പഠിക്കാൻ ശ്രമിക്കാം. അങ്ങനെ വന്നിട്ടാണ് ഞാൻ വരാന്തയിൽ ഇവിടെ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെന്ന് നോക്കി തപ്പി അവസാനം എൻ്റെ ബാച്ചീസ് എന്നെ 2 മാസം മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഞങ്ങളെല്ലാവരും വരാന്തയിലാണ് പഠിക്കുന്നത്, റേസിലാണ് പഠിക്കുന്നത്. ചിലർ കായംകുളത്ത് പഠിക്കുന്നു, ചിലർ ആലപ്പുഴ പഠിക്കുന്നു, കണ്ണൂർ പഠിക്കുന്നു, എല്ലാവരും വരാന്തയിൽ റേസിലാണ്. എൻ്റെ ബാച്ചിൽ മാക്സിമം ആൾക്കാരും വരാന്തയിൽ റേസിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഇവിടെ വന്ന് ചേരാം. അങ്ങനെ ഇവിടെ വന്ന് ചേർന്നു. ചേർന്ന സമയത്താണ് ഞാൻ അരുൺ സാറിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാർ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ബാച്ചായിട്ട് ഇന്ന് പഠിച്ചു തുടങ്ങി. പക്ഷേ എനിക്ക് IBPS ക്ലർക്കിൻ്റെ മെയിൻസ് അത് പാസ്സായി, 4 മാർക്കിനത് അന്ന് പോയി. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. 1 വർഷത്തോളം മാക്സിമം ആയിരുന്നു, നന്നായിട്ട് പഠിച്ചു. 2.5 മാസത്തോളം ഇവിടെ കോഴ്സ് ഉണ്ടായിരുന്നു, അത് പഠിച്ചു. പിന്നെ എൻ്റെ ഫാമിലി സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എനിക്ക് സ്ഥിരമായിട്ട് ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രണവ് സാറും ആകാശ് സാറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു മെൻറ്റർ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവരുടെ ഒന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ഞാൻ മെറ്റീരിയൽസ് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു, വീട്ടിൽ ചെന്നിരുന്ന് പിന്നെ ചെയ്യുമായിരുന്നു, ലാപ്ടോപ്പിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ടായിരുന്നു, എല്ലാ പ്രിലിംസും ഞാൻ പാസ്സാവുന്നുണ്ട്, പക്ഷേ മെയിൻസ് എനിക്ക് പാസ്സാകാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ ചെന്നിരുന്നിട്ടാണ് ഞാൻ എൻ്റെ മോക്ക് ടെസ്റ്റ് മാക്സിമം ചെയ്തുകൊണ്ടിരുന്നത്. പ്രശ്നം ഞാൻ മെയിൻസിന് അവിടെ ചെന്നിരിക്കുമ്പോൾ ലാബിലിരിക്കുന്ന ആ ഒരു ഫീലല്ല എനിക്ക്, വീട്ടിൽ ഇരിക്കുന്ന ആ ഫീലല്ല എനിക്ക് അവിടെ കിട്ടുന്നത്. കാരണം മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേ എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കും. എന്താണ് ചെയ്യേണ്ടത് എനിക്ക് അറിയാവുന്നത് പോലും ഞാൻ തെറ്റിച്ചിട്ട് വരിക. കാരണം ഞാൻ വീട്ടിലൊരു കംഫർട്ട് സോണിലിരുന്നാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ടെസ്റ്റുകളും. പക്ഷേ അതുപോലെ അല്ല നമ്മളവിടെ എക്സാം സെൻറ്ററിൽ ചെന്നിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവും, ഒരുപാട് പ്രഷർ നമുക്ക് വരും. ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുമോ, വീണ്ടും 1 വർഷം വീണ്ടും ഇരിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് തോട്ട്സ് വരികയാണ്. അങ്ങനെ ഇരുന്ന് ചെയ്ത് ഈ വർഷവും അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് SBIയിൽ ഇത് സംഭവിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ റീസണിങ്ങിനൊക്കെ 24-25 അറ്റംപ്റ്റ്സ് ചെയ്യാറുണ്ട്. എന്നാൽ ഞാൻ അവിടെ ചെന്ന് ചെയ്തിട്ട് വന്നത് ആകെപ്പാടെ 12-13 അറ്റംപ്റ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ SBI ഇപ്രാവശ്യം എനിക്ക് പോയി കിട്ടിയിട്ടില്ല. സെയിം IBPSനും. പക്ഷേ IBPSന് എന്തായാലും തമിഴ്നാടാണ് ഞാൻ വെച്ചത്, അതുകൊണ്ട് മാത്രം എന്തോ കിട്ടി ഭാഗ്യത്തിന്. ഇനിയൊരു RRB കൊടുത്തിട്ടുണ്ട്, അതും നോക്കണം, അതും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാൻ ഒറ്റ ഉപദേശമുള്ളൂ, നിങ്ങൾ ലാബ് യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇവിടുത്തെ ലാബിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം സെൻറ്ററിൻ്റെ ഫീൽ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ അവിടെ എക്സാം സെൻറ്ററിൽ ചെന്നിരിക്കുമ്പോഴും നിങ്ങൾക്ക് ആ ലാബിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് മാറത്തില്ല, നിങ്ങൾക്ക് ടെൻഷൻ വരത്തില്ല. അതുപോലെ ഒന്ന് ചെയ്യാൻ അറ്റംപ്റ്റ്സ് നിങ്ങൾക്ക് കുറയാതെ തന്നെ ചെയ്യാൻ പറ്റും. അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക്സ്.